ഹലോ ഫ്രണ്ട്സ്, ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്ന ന്യൂ ഡ്രാമയുടെ പേരാണ് മൈ ഡീമൻ. ഇതിലെ നായകൻ ഒരു ഡീമനാണ്. അങ്ങനെ ഡീമനായ ഒരാളെയാണ് നമ്മുടെ നായികയ്ക്ക് ബോയ് ഫ്രണ്ട് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഇവരെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതും ഇവരുടെ ലവ് സ്റ്റോറി എന്തായിരുന്നു എന്നൊക്കെ സൂപ്പറായിട്ട് പറയുന്ന ഒരു ഡ്രാമയാണ് മൈ ഡീമൻ. അപ്പം നമുക്ക് അധികം വൈകാതെ ഡ്രാമയിലേക്ക് പോയാലോ. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫുൾ മൂണാണ്. അവിടെ ഒരു പെൺകുട്ടി ഭയങ്കരമായി പേടിച്ച് ഓടി വരികയാണ്. അവളുടെ പുറകിൽ അവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെയാണെങ്കിലോ ഫുള്ള് ഇരുട്ടും പിന്നെ മഞ്ഞുമാണ്. അങ്ങനെ അവൾ ഓടി ഓടി വരുമ്പോഴാണ് അവളുടെ ഓപ്പോസിറ്റ് ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു രൂപം തെളിഞ്ഞു വരുന്നത്. അങ്ങനെ അവൾ അത് കാണുമ്പോൾ വിചാരിക്കും, ഇവൻ എന്നെ രക്ഷിക്കാൻ വന്നതാണോ അതോ മറ്റവനെ പോലെ തന്നെ എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന്. അവൾക്ക് തന്നെ അറിയില്ല അവൾ എന്ത് ചെയ്യണമെന്ന്. എങ്കിലും അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവൾ ആ ഓപ്പോസിറ്റ് കാണുന്ന ആ നേലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും. പിന്നെ കാണിക്കുന്നത് ഒരു 200 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സ്റ്റോറിയാണ്. അവിടെയാണെങ്കിൽ ഒരച്ഛൻ ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്തി ഡീമൻസിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ എൻട്രി ആവുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു കോട്ടൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ചിട്ടാണ് എൻട്രി ആവുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചു പോവും. അവൻ്റെ ഫേസ് റിവീൽ ചെയ്യും. ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും പേടിച്ച് ഓടിപ്പോവും. അങ്ങനെ അവിടെ ഇരുന്നൊരു കുട്ടി ഇവൻ്റെ മുഖത്തേക്ക് ഒരു ഹോളി ക്രോസ് വലിച്ചെറിയും. ഇവനാണ് ഡീമൻ. ഇവൻ്റെ പേര് ഗുവ. അങ്ങനെ ഹോളി ക്രോസ് കാരണം അവൻ്റെ മുഖത്ത് ഒരു മുറിവ് വീഴും. അങ്ങനെ അവൻ പെട്ടെന്ന് ആ കൊച്ചു കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ആ ഹോളി ക്രോസ് അവളുടെ കൈ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. ആ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൻ്റെ മുഖത്തുള്ള മുറിവ് മാഞ്ഞു പോകുന്നതായിട്ടും കാണാം. പിന്നെ അവൻ ടെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പം അവൻ്റെ കോസ്റ്റ്യൂം ആകെ ചേഞ്ച് ആവും. എന്നിട്ട് അവൻ വേറൊരു ഗെറ്റപ്പ് തന്നെ ആവും. എന്നിട്ട് അവൻ സ്വയം പറയും, ഈ മനുഷ്യന്മാരുടെ 3 പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഒന്ന് അവരുടെ ശരീരം, ഒന്ന് അവരുടെ ആഗ്രഹങ്ങൾ, ഒന്ന് ഈവിൽ സ്പിരിറ്റ്. അങ്ങനെ അവൻ സ്വയം സംസാരിച്ചിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലും. അയാളാണെങ്കിൽ പട്ടിണി കാരണം എന്ത് ചെയ്യുമെന്ന് അറിയാതെ വലയും പിടിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവ വന്നിട്ട് അയാളുടെ അടുത്ത് പറയും, തനിക്ക് വിശക്കുന്നുണ്ടല്ലേ, നീ എൻ്റെ കൂടെ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ നിൻ്റെ കഷ്ടപ്പാട് മാറ്റിത്തരാം, നിൻ്റെ വിശപ്പ് മാറ്റിത്തരാം എന്ന് ഗുവവും പറയും. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങളാരാ ഇങ്ങനെയൊക്കെ പറയാൻ, നിങ്ങൾ വല്ല സൂപ്പർ പവേഴ്സുള്ള ഗോബ്ലിൻ വല്ലതും ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവൻ പറയും, ഞാൻ അങ്ങനെ ഗോബ്ലിനുമാതിരി നിസാരപ്പെട്ട സ്പിരിറ്റ് ഒന്നും അല്ലാന്ന്. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ വല്ല 90s ഫോക്സും ആണോ എന്ന്. അപ്പോൾ ഗുവൻ പറയും, ഞാൻ അങ്ങനെ പ്രായമായ ഫോക്സ് ഒന്നും അല്ല എന്ന്. എന്നിട്ട് ഗുവോണ് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡീമൻ ആണെന്നും എനിക്ക് തൻ്റെ വിഷസ് പൂർത്തീകരിച്ച് തരാൻ പറ്റുമെന്നും പക്ഷേ താൻ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണമെന്നും പറയും. ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ തൻ്റെ ലൈഫ് എനിക്ക് തരണമെന്നും ഗുവോൻ പറയും. ഇത് കേൾക്കുന്നതും അയാൾ ഓക്കെ പറയും. 10 വർഷമെങ്കിൽ 10 വർഷം എനിക്ക് സുഖമായും ഹാപ്പി ആയിട്ടും ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെ അയാൾ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യും. അങ്ങനെ ഗുവോൻ പറയും, 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് കണ്ടോളാം എന്ന്. പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റ് ടൈമാണ്, 2023. അവിടെ ബെസ്റ്റ് സിഒയ്ക്കുള്ള അവാർഡ് അനൗൺസ് ചെയ്യും. അവാർഡ് വാങ്ങാൻ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന് ഡൂഹിയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിന് അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് വരും. ഇവരുടെ കമ്പനീൻ്റെ പേരെന്ന് പറയുന്നത് മിറേ ഗ്രൂപ്പ് എന്നാണ്. ഇവരുടെ കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡ്രിങ്ക് കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. നമ്മുടെ നായിക നല്ല ബോസി ടൈപ്പാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല സുന്ദരിയുമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായിക അവളുടെ സെക്രട്ടറി ആയിട്ട് അവളുടെ ഓഫീസിലേക്ക് നടന്നു പോകുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നായിക പുതിയൊരു ജ്യൂസ് ഇറക്കിയിരുന്നു. പക്ഷെ ആരോ അതിന് മനഃപൂർവ്വം ഒരു റൂമേഴ്സ് പരത്തുന്നുണ്ട്, അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നായികേൻ്റെ സെക്രട്ടറീൻ്റെ പേരെന്ന് പറയുന്നത് ഷിന്നു എന്നാണ്. അങ്ങനെ ഇവൾ ഷിന്നിനോട് പറയും, ഈ റൂമേഴ്സ് ആരാണോ പരത്തിയത് അവരെ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ നായിക ഇതൊക്കെ ഷിന്നിനോട് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കും. അങ്ങനെ നമ്മുടെ ഷിന്നു പറയും, മേഡം നിങ്ങൾക്ക് പോകേണ്ടത് ഈ സ്ഥലത്തേക്കല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന്. പക്ഷേ ഡൂഹിക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഷിന്നു പറയും, ഞാൻ മേഡം ഷു പറഞ്ഞിട്ടാണ് മേഡത്തിന് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയതെന്ന്. പക്ഷേ ഡൂഹി ഇതൊന്നും കേട്ടില്ല. പെട്ടെന്ന് തന്നെ ഡൂഹിക്ക് നമ്മുടെ മേഡം ജൂൻ്റെ കോള് വരും. അപ്പം ഡൂഹി പെട്ടെന്ന് തന്നെ കോൾ എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങും. ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെ പോകുന്നതെന്ന് ഡൂഹി ചോദിക്കും. അപ്പം മേഡം ജൂ പറയും, ഇപ്പോൾ ഷിമ്മ് നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. അതായത് ഒരു ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം. നീ ബ്ലൈൻഡ് ഡേറ്റിന് പോയില്ലെങ്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്നൊക്കെ മേഡം ജൂ സ്കാൻ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പറയും. അങ്ങനെ ഡൂഹിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഡൂഹി പറയും, ഞാൻ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോയിക്കോളാം എന്ന്. സത്യം പറഞ്ഞാൽ ഡൂഹിക്ക് ഈ ഡേറ്റിനോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ഡൂഹി ഷിമ്മിനോട് പറയും, ഒരു അരമണിക്കൂർ അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ പോരെ, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വരും എന്ന് പറയും. അങ്ങനെ ഡൂഹി അവിടെ നിന്ന് പോവും.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവോണയാണ്. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ കുറേ ക്ലോക്കൊക്കെ ഉണ്ട്. അതിൽ ഒരു ക്ലോക്കിൽ 12 മണിയാവാനായി. അതായത് അവന് മനസ്സിലായി ഒരാളുടെ ജീവൻ എക്സ്പയർ ആവാനായെന്ന്. അങ്ങനെ ഗുവോണ് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരും. നമ്മുടെ ഗുവോണുമായിട്ട് ഡീല് വെച്ചത് ഒരു ഗാങ്സ്റ്ററാണ് കേട്ടോ. അയാളുടെ ലൈഫാണ് ഇപ്പോൾ എക്സ്പയർ ആവാൻ പോകുന്നത്. അങ്ങനെ ഗുവോണ് അയാളുടെ അടുത്ത് വന്ന് പറയും, നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞു, ഇനി നിങ്ങൾ മരിക്കാൻ പോവാന്ന്. പക്ഷേ അയാൾ ഗുവോണുമായിട്ട് നല്ല അടി ഉണ്ടാക്കും. അപ്പം അയാൾ പറയും, കഷ്ടമുണ്ട്, എൻ്റെ ജീവൻ എടുക്കരുത്, എൻ്റെ കൂടെ കുറേ അടയാളന്മാരുണ്ട്, അവരുടെ ജീവൻ എടുത്തോളൂ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുവോണ് എൻട്രി ആയതും അവിടുത്തെ ടൈം തന്നെ പോസ് ആയിപ്പോയി. അങ്ങനെ നമ്മുടെ ഗുവോണ് ഒന്നും കേൾക്കാൻ റെഡി ആവില്ല. അങ്ങനെ ഗുവോൺ പറയും, നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്ന്. അങ്ങനെ ഗുവോൺ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അയാൾ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അങ്ങനെ ഗുവോൺ അവിടുന്ന് പോകുമ്പം ഗാങ്സ്റ്ററിൻ്റെ അടിയാരന്മാരറിയും, അതായത് ബോസ് മരിച്ചു പോയെന്ന്. അങ്ങനെ അവർ ബോസിനെ കാണാൻ പോകുമ്പോൾ അതിൽ ഒരാൾ നമ്മുടെ ഗുവോണെ ശ്രദ്ധിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗുവോണ് തിരിച്ച് ആ റൂമിലേക്ക് തന്നെ വരുന്നതാണ്. അപ്പം കാണിക്കും അവിടെയുള്ള ആ ഒരു ക്ലോക്ക് മാഞ്ഞു പോകുന്നത്. അതായത് 12 മണിയായ ആ ക്ലോക്ക് മാഞ്ഞു പോകുന്നത്. അതായത് ഇവിടെ ഉള്ള എല്ലാ ക്ലോക്കും നമ്മുടെ ഗുവോണുമായിട്ട് ഡീല് വെച്ച ആൾക്കാരുടെ ലൈഫ് സ്പാൻ ആണ് കേട്ടോ. അതായത് ഇവരുടെ ലൈഫ് കഴിയുമ്പം ആ ക്ലോക്കും നശിച്ചു പോകും. പിന്നെ നമ്മുടെ മേഡം ഷൂ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ നായിക ഒരു ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഡൂഹി ആ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേരുമ്പോൾ അവിടെയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ വെയിറ്റർ പറയും, ഇവിടെയുള്ള ആൾ ഈ എല്ലാ ഇതും ബുക്ക് ചെയ്ത് വെച്ചു എന്ന്. അപ്പം നമ്മുടെ ഡൂഹി വിചാരിക്കും, ഓ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെ നമ്മുടെ ഡൂഹി അകത്തേക്ക് കയറി വരും. അങ്ങനെ ഡൂഹി പറയും, ഞാനാണ് ആ ആൾ വെയിറ്റ് ചെയ്യുന്ന ആളെന്ന്. വന്ന് നോക്കുമ്പോൾ എന്താ, നമ്മുടെ ഗുവോണാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഡൂഹിക്ക് അറിയില്ലല്ലോ ഗുവോൺ ആരാണെന്ന്. നമ്മുടെ ഡൂഹി ആണെങ്കിൽ വന്ന ഉടനെ തന്നെ സംസാരിക്കാൻ തുടങ്ങും. എനിക്കാണെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല, എൻ്റെ ജോലിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് കല്യാണത്തിനൊന്നും തീരെ ആഗ്രഹമില്ല എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണ് പത്രം വായിക്കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ പത്രം താത്തിയിട്ട് ഇവൾ ആരാണ് എന്താണെന്നൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കും, നീ ആരാ, നിൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എനിക്കത് കേൾക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്ന്. അങ്ങനെ അവൻ ഒരുമാതിരി സംസാരിക്കും. അപ്പോൾ ഇവൾ വിചാരിക്കും, ഇവനെന്തിനാ എൻ്റെ അടുത്ത് ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നത്, എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിനൊന്നും ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ എണീച്ചു പോകും. അപ്പോഴാണ് മേഡം ഷൂ അയച്ചൊരു മെസ്സേജ് അവൾ കാണുന്നത്. അതായത് ബ്ലൈൻഡ് ഡേറ്റ് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചിട്ടാണ് മേഡം ഷൂ അയച്ചത്. അപ്പോൾ അവൾ റിപ്ലൈ കൊടുക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൾ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഗുവോൺ ചോദിക്കും, നീ ഇതുവരെയായിട്ട് പോയില്ലേ എന്ന്. എനിക്കിവിടെ ഒന്ന് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഫുൾ ഓർഡർ ചെയ്തത്, അപ്പോൾ എന്നെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കും. എനിക്ക് അല്ലേ തന്നെ മനുഷ്യന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നും പറയും. അങ്ങനെ അവൻ ഒരുമാതിരി ഇറിറ്റേറ്റ് ആയിട്ട് പറയും. അപ്പോൾ ഡൂഹി വിചാരിക്കും, ഇവനെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന്. അങ്ങനെ ഡൂഹി ഒരു 30 മിനിറ്റത്തെ അലാറവും പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഡൂഹി പോകേണ്ട റെസ്റ്റോറൻറ്റ് ഇതല്ലായിരുന്നു. ഇതിൻ്റെ അടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിലാണ് ഡൂഹി പോകേണ്ടത്. അവിടെയാണെങ്കിൽ ഡൂഹിനെ കാത്ത് മറ്റേ ബ്ലൈൻഡ് ഡേറ്റിൻ്റെ ആ ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അയാൾ ഡൂഹിൻ്റെ ബയോഡേറ്റയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഡൂഹിൻ്റെ 13ാമത്തെ വയസ്സിൽ തന്നെ അവളുടെ പാരൻസ് മരിച്ചു എന്നാണ്. അതിന് ശേഷം ഇവളെ നോക്കിയതൊക്കെ മേഡം ഷൂ ആണെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹിനെയും ഗുവോണെയാണ്. അവിടെയാണെങ്കിൽ ഗുവോണ് ഒരു മനുഷ്യരൂപത്തിലുള്ള എന്തൊരു ഫുഡ് കഴിക്കുകയാണ്. ഡൂഹി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ഗുവോൺ ചോദിക്കും, എനിക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ, എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന്. എനിക്കിങ്ങനെ ചിലവില സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എന്തിനാ എന്നെ വെറുതെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നിനക്കൊന്ന് പോയിക്കൂടെയും ചോദിക്കും. അപ്പോൾ ഡൂഹി പറയും, ഞാൻ എന്തിനാ പോകുന്നത്, എനിക്ക് വേണമെങ്കിൽ നീ പോയിക്കോ എന്ന് പറയും. എന്നിട്ട് ഡൂഹി ആണെങ്കിൽ ഇവരുടെ ബ്ലൈൻഡ് ഡേറ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് രണ്ടാൾക്കും ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് വീട്ടിൽ പറയാമെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഗുവോണ് ഇവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗുവോൺ ചോദിക്കും, നീ എന്താ പരസ്പര ബന്ധം അല്ലാണ്ട് പറയുന്നതെന്ന്. അപ്പം ഡൂഹി പറയും, ഞാൻ ആൽമൈറ്റി, അതായത് ഗോഡ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ഗുവോൺ ചോദിക്കും, ഗോഡോ? സത്യത്തിൽ ഇവിടെ ഡൂഹി മേഡം ഷൂനെയാണ് ഗോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൂഹി പറയും, അതെ ഗോഡ്, ഞാൻ എൻ്റെ ബിസിനസ് കാർഡ് കാണിക്കാം, നീ നിൻ്റെ ബിസിനസ് കാർഡ് കാണിക്കാൻ പറയും. എന്ന് പറഞ്ഞ് ഡൂഹി അവളുടെ ബിസിനസ് കാർഡ് അവന് കാണിക്കും. എന്നിട്ട് ഡൂഹി ചോദിക്കും, നിൻ്റെ ബിസിനസ് കാർഡ് കാണിക്കേ. അപ്പോൾ ഗുവോൺ പറയും, എൻ്റെ ബിസിനസ് കാർഡ് ഞാൻ സ്ട്രേഞ്ചേഴ്സിനൊന്നും കാണിക്കലില്ല എന്ന്. പക്ഷേ ഡൂഹി വാശി പിടിച്ച് അവനോട് ബിസിനസ് കാർഡ് കാണിക്കാൻ പറയും. എന്നിട്ട് ഡൂഹി ചോദിക്കും, നീ എന്താ നടത്തുന്നത്? അപ്പം ഗുവോൺ പറയും, ഞാനൊരു ഫൗണ്ടേഷൻ നടത്തുകയാണ് എന്ന്. അതായത് അതിൽ ഏഷ്യൻ പെയിൻറ്റിങ്സ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ സ്പോൺസർഷിപ്പ് കൊടുക്കലുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന ഡൂഹി ചോദിക്കും, ഞാൻ ഇതിനെപ്പറ്റി മുമ്പൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന്.
അപ്പോൾ ഗുവോൺ പറയും ഇതിനെക്കുറിച്ച് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഗുവോണ് ഗോഡിനെ പറ്റി ചോദിക്കും. ഇവൻ വിചാരിച്ചത് ഏതോ ഒരു ഗോഡ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവളെ പറഞ്ഞു വിട്ടതാണ് എന്ന്. അപ്പോൾ ഡൂഹി പറയും ഞാൻ മേഡൻജുവിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇവന് മനസ്സിലാവും ഇവളൊരു സാധാരണയായ ഏതൊരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഗുവോണ് പുച്ഛിക്കും. അപ്പോൾ ഡൂഹി പറയും ഞാൻ ഇതുവരെ നിന്നെപ്പോലെ റൂഡായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് അവൾ അവിടുന്ന് പോവും. അതായത് അവളെ ടൈമായിരുന്നു. അങ്ങനെ അവൾ റെസ്റ്റോറൻറ്റിന് പോവാൻ നോക്കുമ്പോൾ ഗുവോണ് കൊന്ന മറ്റേ ഗാങ്സ്റ്ററിൻ്റെ ആൾക്കാർ അവിടെ വരും. അവിടെയാണെങ്കിൽ നമ്മുടെ ഗുവോൺ ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു. ആ കേക്ക് ആണെങ്കിൽ ഈ ആൾക്കാർ വന്ന് തട്ടിത്തെറിപ്പിക്കും. അത് നേരെ ഡൂഹിൻ്റെ മേത്തേക്കാണ് വീഴാൻ പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗുവോൺ വന്നിട്ട് അവളെ കറങ്ങി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഡൂഹി ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോയിരുന്നു. ഇവർ പരസ്പരം കണ്ണും നോക്കി. അവൾ പെട്ടെന്ന് വാഷ്റൂമിൽ വരും. അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവൾ വിചാരിക്കും എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടും ഇവൻ കേക്കൊക്കെ ഓർഡർ ചെയ്തല്ലോ, ഇവൻ കൊള്ളാലോ എന്ന് അവൾ വിചാരിക്കും. അങ്ങനെ അവൾ അവിടെ സന്തോഷിച്ച് നിൽക്കും. സത്യം പറഞ്ഞാൽ ഗുവോൺ ആണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെയാണെങ്കിൽ ഗുവോണ് ആ കേക്ക് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഗുവോൺ പറയും ഇത്രയും നേരം ആ പെണ്ണാണെങ്കിൽ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ അതാ ഇവരും നിന്ന്. എനിക്കാണെങ്കിൽ എൻ്റെ കേക്ക് മനസ്സമാധാനമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാൻ തുടങ്ങും. അപ്പം തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഗുണ്ടകൾ വന്നിട്ട് ഇവനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇവന്മാർ ചോദിക്കും നീ അല്ലേ അന്ന് ഞങ്ങളെ ബോസിനെ വന്ന് കൊന്നിട്ട് പോയതെന്ന്. അപ്പം ഗുവോൺ പറയും ഞാൻ ഈ കേക്ക് ഒന്ന് കഴിച്ചോട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാമെന്ന് പറയും. പക്ഷേ ഇവന്മാരാണെങ്കിൽ ഗുവോൺ ആ കേക്ക് കഴിക്കാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ആ കേക്ക് എന്താ പറയുക നശിപ്പിച്ച് കളയും. അങ്ങനെ ഗുവോണ് ദേഷ്യം പിടിച്ചിട്ട് ഓനൊരു പത്രം എടുത്ത് ഓരോ മുന്നിലായിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ ഓരോരുത്തർ അടിക്കാൻ വരുമ്പോൾ ആ ആൾ ആ പത്രത്തിൻ്റെ അകത്തായിട്ട് കയറിപ്പോവും. അതായത് ഇവൻ്റെ പവർ വെച്ചിട്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടേക്ക് ഡൂഹി വന്നിട്ട് പറയും എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടല്ലേ നീ കേക്കൊക്കെ വാങ്ങി വെച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഗുവോൺ ദേഷ്യപ്പെട്ട് ചോദിക്കും നീ വന്നപ്പോൾ മുതൽ ഒരു പരസ്പര ബന്ധം ഇല്ലാണ്ടാണല്ലോ പറയുന്നതെന്ന് ചോദിക്കും. ഈ കേക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഒന്ന് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് ബുക്ക് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ ഡൂഹിക്ക് ദേഷ്യം വരും. എന്നിട്ട് ഡൂഹി പറയും ഇനി ഒരിക്കലും നമ്മൾ കാണാൻ പോകുന്നില്ല, ഇനി എൻ്റെ കൺമുന്നിൽ വരരുത് എന്ന് പറയും. എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഡൂഹി അവിടുന്ന് പോവും. ഗുവോൺ ആണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് അവൻ്റെ കയ്യിലിരുന്ന ആ പത്രം വാഷ്റൂമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എന്തോ ഒരു മാജിക് കാണിക്കും. അപ്പോൾ ആ പത്രത്തിലുള്ള ആൾക്കാരൊക്കെ ആ വാഷ്റൂമിൽ ആവും. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഡൂഹി ഒരു കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഡൂഹി ഇങ്ങനെ ഷിമ്മിനോട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഷിമ്മ് പറയും നിങ്ങൾ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നിങ്ങളുടെ പേര് ചീത്തയാക്കിയ ആ ആളെ കണ്ടുപിടിക്കണമെന്ന്. അത് ഞാൻ കണ്ടുപിടിച്ചു, അത് വേറെ ആരുമല്ല മേഡൻജുവിൻ്റെ മോള് തന്നെയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ഡൂഹിക്ക് സങ്കടമാവും. മേഡൻജുവിൻ്റെ ഫാമിലി ഉള്ളവരെന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ഡൂഹി ഇങ്ങനെ ചിന്തിക്കും. സത്യം പറഞ്ഞാൽ മേഡൻജുവിൻ്റെ കാലശേഷം ആ കമ്പനി ആരാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അവരുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഈ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മേഡൻജുവിന് 2 മക്കളാണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോന്, അവനാണെങ്കിൽ ഒരു കാശിനും കൊള്ളൂല. സത്യം പറഞ്ഞാൽ മേഡൻജുവിന് കമ്പനി അവനെ ഏൽപ്പിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. രണ്ടാമത്തത് ഒരു മോളാണ്, അവൾക്ക് ട്വിൻസാണ് ഉള്ളത്. അവളും ഇതേമാതിരിയൊക്കെ തന്നെയാണ്. ഇവരുടെ ഫാമിലിയിൽ മേഡൻജുവിൻ്റെ ബ്രദറിൻ്റെ ഒരു മോനും ഉണ്ട്. അവൻ്റെ പേര് ചാൻ എന്നാണ്. അതുപോലെ തന്നെ മേഡൻജുവിൻ്റെ മോന് ഒരു മോനും ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മേഡൻജുവിന് നമ്മുടെ ഡൂഹിനെയാണ് ഭയങ്കര ഇഷ്ടം. അവരൊരാളെ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഡൂഹിയാണ്. അതുകൊണ്ട് തന്നെ മേഡൻജുവിൻ്റെ ഫാമിലി ഉള്ളവർക്കാർക്കും ഡൂഹിനെ അത്ര ഇഷ്ടമല്ല. പിന്നെ കാണിക്കുന്നത് പ്രസൻ്റ് ആണ്. അങ്ങനെ ഡൂഹി കാറിലിരിക്കുമ്പോൾ അവൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരും. അതെന്ന് വെച്ചാൽ മേഡൻജുവിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അയാൾ പറയുന്നത് മേഡൻജുവിൻ്റെ കാലശേഷം ആ കമ്പനി റൂൾ ചെയ്യാൻ പോകുന്നത് ഡൂഹി ആണെന്നും അതിനു വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും അയാൾ ചെയ്തുതരാമെന്നുമാണ് അയാൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഡൂഹിക്ക് ആ കമ്പനി റൂൾ ചെയ്യണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ട് തന്നെ ഡൂഹി ആ കോള് കട്ട് ചെയ്യും. പിന്നെ മേഡൻജു ഡൂഹിക്ക് ഒരു മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഞാൻ നിന്നെ ഹെവനിൽ വെച്ച് കണ്ടോളാം, ഞാൻ ഇപ്പം മരിക്കാൻ പോവാണ് എന്നാണ്. ഇത് കാണുന്നതും ഡൂഹി വളരെ പേടിച്ചു. എന്നിട്ട് മേഡൻജുവിനെ കാണാനായിട്ട് ഡൂഹി ഹോസ്പിറ്റലിൽ വരും. സത്യം പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഡൂഹിനെ അവിടെ എത്തിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞ് മെസ്സേജ് ഇട്ടതായിരുന്നു. അപ്പം നമ്മുടെ ഡൂഹി അവിടെ വന്ന് നല്ലോണം കരയും. അപ്പോൾ മേഡൻജു പറയും നീ കരയൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്, അല്ലാണ്ട് വിളിച്ചാൽ നീ വരില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് മേഡൻജു അവൾക്കൊരു കേക്ക് എടുത്ത് കൊടുക്കും.
എന്നിട്ട് നീ നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, നീ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നടക്കരുത്, നിനക്ക് ഞാനില്ലേ എന്ന് പറയും. പിന്നെ മേഡൻജു ചോദിക്കും നിന്റെ ബ്ലൈൻഡ് ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ആളെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പം ഡൂഹി പറയും ആളെ കാണാനൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അയാളുടെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ആൾ ഭയങ്കര റൂഡാണെന്ന് പറയും. മേഡൻജു പറയും അവൻ്റെ ഫോട്ടോ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ എന്നാണ്. അവൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾ ചോദിക്കും ഇതാരാ, ഇവനെ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കണ്ട പയ്യൻ വേറെയാണെന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സീനോടെ ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പാട്ട് കാണുന്നവരെ ബൈ.